നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്ന മോട്ടിവേഷണൽ കോട്ട് നന്മയുടെ ഊർജം. ഇതിനെ ആസ്പദമാക്കി ഒരു കഥ പറയാം. 6 വയസ്സുള്ള ഒരു ആൺകുട്ടി അവൻ്റെ 4 വയസ്സുകാരി കുഞ്ഞനിയത്തിക്കൊപ്പം കടൽ തീരത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. അല്പദൂരം പിന്നിട്ടപ്പോൾ ഒപ്പം നടന്നിരുന്ന പെങ്ങൾ കൂടെയില്ലെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കി. റോഡരികിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയുടെ ചില്ലുകൂട്ടിനുള്ളിലേക്ക് അതീവ താല്പര്യത്തോട് നോക്കി നിൽക്കുന്ന കുഞ്ഞനിയത്തിയെ കണ്ടു. എന്താണ് ഇത്ര താല്പര്യത്തോട് നോക്കി നിൽക്കുന്നതെന്നറിയാനുള്ള കൗതുകത്തോടെ അവൻ അവളുടെ അരികിലെത്തി. പെങ്ങൾ ചില്ലുകൂട്ടിനകത്തേക്ക് വിരൽ ചൂണ്ടി. മനോഹരമായ ഒരു ടെഡി ബിയർ. അനിയത്തിയുടെ മുഖത്ത് തെളിഞ്ഞ പ്രതീക്ഷയുടെ പൊൻതിളക്കം കണ്ട് മറ്റൊന്നും അവൻ ആലോചിച്ചില്ല. മോക്കിത് വേണോ? ആ, അവൾ അവനെ നോക്കി പ്രതീക്ഷയോട് മൂളി. അവൻ അവളെയും കൂട്ടി കടക്കകത്തേക്ക് കയറി. നേരെ നടന്നു ചെന്ന് ആ പാവക്കുട്ടി എടുത്ത് അനിയത്തിയുടെ കൈ കൊടുത്തു. അവളുടെ കവിളിൽ 1000 മഴവില്ലുകൾ പൂത്തിറങ്ങി. ഇതെല്ലാം അതീവ കൗതുകത്തോട് വീക്ഷിച്ചുകൊണ്ട് പ്രായം ചെന്ന കടയുടമ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയായിരുന്നു. പാവയും എടുത്ത് അനിയത്തിയെയും കൂട്ടി ക്യാഷ് കൗണ്ടറിലെത്തിയ പയ്യൻ ചോദിച്ചു, അങ്കിൾ, ഈ ടെഡി ബിയറിന് എന്താണ് വില? മോൻ്റെ കയ്യിൽ എന്തുണ്ട് തരാൻ? ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കടയുടമ ചോദിച്ചു. കുട്ടി കയ്യിലിരുന്ന കുഞ്ഞു ബാസ്ക്കറ്റ് മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ടു. അതിൽ കടപ്പുറത്ത് നിന്ന് ഇരുവരും ചേർന്ന് ശേഖരിച്ച മണ്ണ് പുരണ്ട കക്കയുടെ തോടുകളും കുഞ്ഞു ശംഖുകളുമായിരുന്നു. അവൻ പ്രതീക്ഷയോടെ കടയുടമയെ നോക്കി. കടയുടമ പണം എണ്ണിയെടുക്കുന്ന ജാഗ്രതയോടെ അവ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം കുട്ടിയെ നോക്കി. കുട്ടി തെല്ല ആശങ്കയോട് ചോദിച്ചു, ഇത് മതിയാകാതെ വരുമെന്നോ? സത്യത്തിൽ ഇത് ഇത്തിരി കൂടുതലാണ്, ഞാൻ ബാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് 4 കക്കത്തോടുകൾ മാത്രമെടുത്ത് തൻ്റെ വലപ്പിലിട്ട ശേഷം ബാക്കിയുള്ളവ അവന് തന്നെ തിരിച്ചു നൽകി. അവനത് ഏറെ ആഹ്ലാദത്തോടെ തിരികെ ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം ആഹ്ലാദവതിയായ കുഞ്ഞുപെങ്ങളുടെ കൈ പിടിച്ച് യാത്രയായി. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ അവിശ്വസനീയതയോടെ കടയുടമയെ സമീപിച്ചു. ഒരു വിലയുമില്ലാതെ കുറച്ച് കക്കത്തോടുകൾക്ക് പകരം അങ്ങ് വില കൂടിയ ആ പാവ അവർക്ക് കൊടുത്തുവോ? വൃദ്ധനായ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നാം മുതിർന്നവരെ സംബന്ധിച്ച് അവ തീരെ വിലയില്ലാത്തതാണ്. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്തതും ഈ കുഞ്ഞു പ്രായത്തിൽ പണത്തിൻ്റെ മൂല്യമൊന്നും അവനറിയില്ല. പക്ഷേ വളർന്നു വലുതാകുമ്പോൾ അവനത് മനസ്സിലാകും. ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത 4 കക്കത്തോടുകൾ കൊടുത്ത് വില കൂടിയ ഒരു കളിപ്പാട്ടം അനിയത്തിക്ക് വാങ്ങിക്കൊടുത്തത് അവൻ ഓർക്കും. അപ്പോൾ തീർച്ചയായും അവൻ എന്നെയും ഓർക്കും. ഈ ലോകത്തിൽ നന്മയുള്ള ചിലതെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നന്മയുടെ ഊർജം നിറയും. തനിക്കും നല്ലൊരു മനുഷ്യനാകണമെന്ന് ദൃഢനിശ്ചയം അവനുണ്ടാവും. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് ലോകമാകമാനം പ്രകാശം പരത്തി പടർന്ന് പന്തലിക്കുന്നത്. നല്ല പ്രവൃത്തികൾ നന്മയുടെ ഊർജം ലോകം മുഴുവൻ പ്രസരിപ്പിക്കും. തെറ്റായ പ്രവൃത്തികൾ ലോകത്തെ ഇരുട്ടിലാക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും നന്മയുടെ ഊർജം പരത്താം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ഗൈസ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.